കഴിഞ്ഞ 15 വർഷത്തെ ടാറ്റയുടെ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ദിസ് ഇസ് എ ടാറ്റ ഹെക്സ ആൻഡ് ദിസ് കാർ കംസ് ഫ്രം എ ടൈം വെർ ടാറ്റ മോട്ടോഴ്സ് വെർ നോട്ട് സോ പ്രൗഡ് ഓഫ് ദെയർ ലൈനപ്പ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നൊസ്റ്റാൾജിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതിരുന്നൊരു കാലം. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനൊരു വണ്ടി ഒരു അത്ഭുതമാണ്. കാര്യം ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിയൊക്കെ. പക്ഷേ ഇങ്ങനൊരു അത്ഭുതം വന്നിട്ട് ഇന്നേക്ക് 10 വർഷമാകുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ലൈഫിനെ പറ്റി ഒരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു, ഏതൊരു ടാറ്റ പ്രോഡക്റ്റിനെ പോലെ. പക്ഷേ ഈവൻ ആഫ്റ്റർ 10 years ദിസ് പ്രോഡക്റ്റ് ഹാസ് ഏജ്ഡ് റിയലി വെൽ ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ആൻഡ് പെർഫോമൻസ്. ഒരു SUV-യുടെ ലേഔട്ട് ആണെങ്കിലും ഇതിന് കാണുമ്പോൾ ഒരു MPV-യുടെ സ്റ്റൈലിങ്ങാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, മുമ്പ് വന്നിട്ടുള്ള ആര്യയുടെ X2 പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ പ്ലാറ്റ്ഫോം ഒരുപാട് റീവർക്ക് ചെയ്ത് എഞ്ചിനീയർ ചെയ്താണ് ടാറ്റ ഈ വണ്ടി ഇറക്കിയത്. ആര്യ അന്ന് ഇറങ്ങിയപ്പോൾ ആര്യയുടെ പ്രധാന പ്രശ്നം അന്നത്തെ ആര്യയുടെ ബിൽഡ് ക്വാളിറ്റിയും കോമ്പറ്റീഷനായിരുന്ന ഇന്നോവയുമായിരുന്നു. എന്നാൽ ഹെക്സ ഇറങ്ങിയപ്പോൾ ആ കോമ്പറ്റീഷൻ ഇന്നോവ ക്രിസ്റ്റയായിട്ട് മാറി. പക്ഷേ ഇന്നോവ ക്രിസ്റ്റയെക്കാളും വേരിയൻറ്റുകൾ അനുസരിച്ച് 2 മുതൽ 4 ലക്ഷം രൂപ വരെ ഹെക്സ ചീപ്പറായിരുന്നു. കാഴ്ചപ്പാടിൽ ടാറ്റ നെക്സോൺ ആണ് നമ്മുടെ മുന്നിൽ ഒരു മാർക്കറ്റിൽ ഒരു ഇമേജ് മാറ്റി തന്നത്, ഒരു റണ്ണവേ സക്സസ് ആയി കണ്ടത്. പക്ഷേ ഹെക്സ ആയിരുന്നു ടാറ്റയുടെ ഒറിജിനൽ തുറുപ്പുചീട്ട്. വാട്ട് മേക്സ് ദ ഹെക്സ സോ സ്പെഷ്യൽ? ഫസ്റ്റ് ഈസ് ദ ഇൻറ്റീരിയർ. ക്വാളിറ്റിക്ക് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെയാണ് ടാറ്റ അന്ന് ഈ വണ്ടി ബിൽഡ് ചെയ്തത്. എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുണ്ടായിരുന്ന പല വെൻഡേഴ്സിനും സപ്ലയേഴ്സിനും ഈ വണ്ടിയുടെ ടാറ്റയ്ക്ക് വേണ്ടിയിരുന്ന ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പല സൈഡിൽ നിന്നുമാണ് ഇവർ പല ട്രിംസും സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഈ AC വെൻസ് ഒക്കെ ജർമ്മനിയിൽ നിന്നായിരുന്നു, ഈ ഗിയറിനൊപ്പം ചെക്കോസ്ലോവാക്കിയിൽ നിന്നാണ്, ഈ സീറ്റ്സ് ഒക്കെ മെഴ്സിഡീസിൻ്റെ സപ്ലയറാണ്. എന്നിങ്ങനെ പല ട്രിംസും പല സൈഡിൽ നിന്നാണ് സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ട്രിം പീസുകളൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി മാത്രമല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ട് പോലും ഇതിൻ്റെ ക്യാബിനിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള സ്ക്വീക്കിങ്ങോ റാറ്റ്ലിങ്ങോ ഒന്നും തന്നെ ഇല്ല. ദിസ് ഈസ് വെരി വെൽ പുട്ട് ടുഗദർ ആൻഡ് ദാറ്റ് ഈസ് വെരി ഇംപ്രസീവ് ഫോർ എ ടാറ്റ പ്രോഡക്റ്റ്. ഇതൊരു 2.2 ലിറ്റർ ഡൈക്കർ എഞ്ചിനാണ്. അപ്പോൾ ഈ ഡൈക്കർ എഞ്ചിൻ മുമ്പ് സഫാരി സ്റ്റോമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഇതിൻ്റെ റിലയബിലിറ്റി കൺസേൺസ് ഒക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു. പക്ഷേ ഈ എഞ്ചിൻ ഇതിനു വേണ്ടി സ്പെസിഫിക്കലി ഒരുപാട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽസ് ഒക്കെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ് തന്നെ ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫോർ 5 years. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിക്കുന്നത് ഈസ് ദ ഓട്ടോമാറ്റിക് വേരിയൻറ്റ്, ഈസ് ദ XTA. അപ്പോൾ ഇതൊരു 6 സ്പീഡ് ജനറൽ മോട്ടോഴ്സിൽ നിന്നും സോഴ്സ് ചെയ്തൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. ആദ്യം എനിക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇത് ജെർക്കി ആണോ എന്നൊക്കെ. പക്ഷേ അല്ല, ഞാൻ ഈ ത്രോട്ടിൽ ഇൻപുട്ടുമായിട്ടൊക്കെ മനസ്സിലാക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുള്ളി കാലിബ്രേറ്റഡ്. ഈ വണ്ടിക്ക് എടുക്കേണ്ട വേരിയൻറ്റ് ഈസ് ദ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ കിട്ടുന്നില്ല, ബട്ട് മോസ്റ്റ് ലൈക്ലി യു ആർ നോട്ട് ഗോയിങ് ടു യൂസ് ഇറ്റ് എനിവേസ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഭാഗത്തോട്ട് പോകാം ഈസ് ദ സസ്പെൻഷൻ സെറ്റപ്പ്. ഫ്രണ്ടിൽ ഡബിൾ ഫിഷ്ബോൺ, പുറയിൽ 5 ലിങ്ക് റിയർ സസ്പെൻഷനാണ്. പറയാതിരിക്കാൻ വയ്യ, എടുത്ത് തന്നെ വേണം. കാര്യം മറ്റ് പ്രീമിയം ഹൈ എൻഡ് ലക്ഷറി SUVസിലൊക്കെ കാണുന്നൊരു റൈഡ് കംഫർട്ട് അത് പറഞ്ഞ് അറിയിക്കാതിരിക്കാൻ വയ്യ. ഇത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി, അത് 10 വർഷം കഴിഞ്ഞിട്ടും ഇതിങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു 19 ഇഞ്ച് അലോയ് വീൽസിലാണ്. ഇതിൻ്റെ പല ഓണേഴ്സും ഇത് 16 ഇഞ്ച് വീൽസിലോട്ടൊക്കെ ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട്. 19 ഇഞ്ചിൽ ഈ കംഫർട്ട് വണ്ടി തരുമെങ്കിൽ 16 ഇഞ്ച് എന്തായിരിക്കും? ബ്രില്യൻറ്റ്. The ride comfort of this vehicle is so good. In fact, I even challenge you to find another vehicle that rides this good. കാരണം it's mad impressive.